6 വർഷങ്ങൾക്ക് മുമ്പ് 2018 ബോളിവുഡിൽ നിന്ന് നമുക്ക് കിട്ടിയ നിധി പോലെ ഒരു സിനിമ. ഹൊറർ മൂവീസ് ഇഷ്ടമുള്ളവർ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത, കണ്ടു കഴിഞ്ഞാൽ കുറച്ചധികം നാൾ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന കോൺസെപ്റ്റ് ഉള്ള ഒരു മാരക ക്രീപ്പി ഫിലിം. ആൻഡ് അതിനോടൊപ്പം ഒരു ആർട്ട് വർക്ക് എന്ന രീതിയിലും വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു പീസ് ഓഫ് വർക്ക്. അന്ന് റിലീസ് ചെയ്തപ്പോൾ ഞങ്ങളെപ്പോലെ ബിഗ് സ്ക്രീൻ വാച്ച് മിസ് ആയവരാണ് നിങ്ങളും എങ്കിൽ നമുക്കൊരു ഹാപ്പി ന്യൂസ് ആയിട്ട് കേൾക്കുന്നത് ആ ചിത്രം ഉടൻ റീ റിലീസ് ചെയ്യുന്നു എന്നാണ്. നമുക്ക് നോക്കാം തുമ്പാട് എന്ന ഫോക്ക് ലോർ ഹൊറർ ഫാന്റസി സിനിമയുടെ ഡീറ്റെയിൽസ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 2018 രാഹി അനിൽ ബാർവയുടെ സംവിധാനത്തിൽ തുമ്പാട് എത്തിയത്. അതോടൊപ്പം ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറായി വർക്ക് ചെയ്തത് 2013 പുറത്തിറങ്ങുകയും 2014 ബെസ്റ്റ് ഫിലിമിനുള്ള നാഷണൽ അവാർഡ് നേടുകയും ചെയ്ത ഷിപ്പ് ഓഫ് തീസിയസ് എന്ന സിനിമ ഡയറക്ട് ചെയ്ത ആനന്ദ് കാന്തിയാണ്. സിനിമയുടെ പ്ലോട്ട് നോക്കിയാൽ 19ാം നൂറ്റാണ്ടിൽ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുമ്പും അവിടുന്ന് അങ്ങോട്ട് ഒരു തലമുറയ്ക്ക് ഇപ്പുറവുമായിട്ട് വിനായക് റാവ് എന്ന കഥയിലെ പ്രൊട്ടഗോണിസ്റ്റിന്റെ ഒരു നിധി തേടിയുള്ള യാത്ര. ആ യാത്രയിൽ അയാളും മകന് നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ മഹാരാഷ്ട്രയിലെ തുമ്പാട് എന്ന ഗ്രാമത്തിനെ ചുറ്റിപ്പറ്റി പറയുന്നതാണ്. മനുഷ്യന്റെ സമ്പത്തിനോടുള്ള ഒരിക്കലും തീരാത്ത ആർത്തിയാണ് തുമ്പാദിന്റെ മെയിൻ തീം. ആൻഡ് ആ ഒരു തീം ഫോക്ലോർസിന്റെയും ഫാന്റസിയുടെയും ഒരു കൃത്യമായ ബ്ലെൻഡ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 104 മിനിറ്റ് വരുന്ന ഈ ചിത്രത്തിലെ പല മൊമെന്റ്സും നിങ്ങൾക്ക് കണ്ണിറക്കി പിടിച്ചിരിക്കാനും വേണ്ടി വന്നാൽ അടുത്തിരിക്കുന്ന ആൾക്കാരുടെ കൈ പിടിച്ച് ഞെരിക്കാനും പോകുന്നതാണ്. 3 പാർട്ടായിട്ടാണ് ചിത്രത്തിന്റെ നരേറ്റീവ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് പ്രൊട്ടഗോണിസ്റ്റിന്റെ ചെറുപ്പം, പിന്നെ ഒരു 15 വർഷം കഴിഞ്ഞ് അയാൾ ഒരു മുതിർന്ന ആളായിട്ടുള്ള കാലം. തേർഡ് പാർട്ട് 1947 ബ്രിട്ടീഷേഴ്സ് ഇന്ത്യ വിടാനൊരുങ്ങുന്ന ഒരു കാലം. ഈ 3 പീരീഡ്സും നമുക്ക് ഓർക്കുമ്പോൾ ഒരേപോലെ തന്നെ പഴയ കാലം ആണെങ്കിലും അവ തമ്മിലുള്ള വ്യത്യാസം സ്ക്രീനിൽ പ്രകടമാകുന്ന രീതിയിൽ തന്നെയുള്ള കോസ്റ്റ്യൂം, സെറ്റ് വർക്ക്സ് ഒക്കെയാണ്. അവിടെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുള്ളത്. കോടാനുകോടികൾ മുടക്കി വരുന്ന പല ചിത്രങ്ങളും തകർന്നടിയുന്നത് സ്ഥിര സംഭവമായിരിക്കുമ്പോൾ ഓർക്കേണ്ടത് ആർട്ട്, കോസ്റ്റ്യൂംസ്, മേക്കപ്പ് എന്നിങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുള്ള തുമ്പാദ് 2018 നിർമ്മിച്ചത് വളരെ ചെറിയൊരു ബഡ്ജറ്റിലാണ്. ഇപ്പോൾ വിക്കിപീഡിയയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നത് ബഡ്ജറ്റ് ഏകദേശം 5 കോടി രൂപയും കളക്ഷൻ ഏകദേശം അതിന് 3 ഇരട്ടിയോളവും ആണെന്നാണ്. എന്നാൽ ഇത് പൂർണ്ണമായും ശരിയല്ല. ചിത്രത്തിന്റെ ആദ്യ ഡ്രാഫ്റ്റ് റെഡിയായ ബഡ്ജറ്റ് മാത്രമാണ് 5 കോടി എന്നത്. കുറച്ചുകൂടെ മെനക്കെട്ട് നെറ്റിലൊന്ന് പരിധി കൃത്യമായ ചില ആർട്ടിക്കിൾസ് തപ്പിയെടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് റീഷൂട്ടിംഗ് അടക്കം ചിത്രത്തിന്റെ ഓവറോൾ ബഡ്ജറ്റ് 15 കോടിയോളം വന്നിരുന്നു എന്നും അതിന് അഗെയിൻസ്റ്റായി 17 കോടിയോളം മാത്രം കളക്ട് ചെയ്ത ചിത്രം അത്രയ്ക്കൊരു പ്രോഫിറ്റബിൾ വെഞ്ചർ ആയിരുന്നില്ല എന്നതുമാണ്. പക്ഷെ ആ കണക്കുകൾ വെച്ച് നോക്കിയാൽ പോലും വളരെ ചെറിയ ബഡ്ജറ്റിൽ അതിനിരട്ടി വിഷ്വൽ ട്രീറ്റ് നൽകുന്ന ശരിക്കും ഒരു വിഷ്വൽ സ്പെക്ടക്കിൾ തന്നെയായ സിനിമയാണ് തുമ്പാദ്. അതിനായിട്ട് ചിത്രത്തിന്റെ ക്രൂ എടുത്തിട്ടുള്ള മെനക്കേടുകളും ചെറുതല്ല. 3 മൺസൂൺ സീസൺസ് വെയിറ്റ് ചെയ്തിരുന്നാണ് സിനിമയിലെ സ്ഥിരമായി മഴ പെയ്യുന്ന തുമ്പാദ് എന്ന ഗ്രാമത്തിലെ റെയിൻ സീൻസ് എല്ലാം ഒറിജിനലായി തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മെയിൻ റോളിലെത്തുന്ന സോഹം ഷാ, മകനായി അഭിനയിച്ച മുഹമ്മദ് സമദ് എന്നിവരുടെ ഗംഭീര പെർഫോമൻസ് മാറ്റി നിർത്തിയാൽ ബാക്കി ആക്ടേഴ്സ് കുറച്ച് ഇറഗുലർ പെർഫോമൻസസ് ആണ് ഷോക്കേസ് ചെയ്തിട്ടുള്ളതെങ്കിലും അതിന് മറികടക്കാൻ പാകത്തിനുള്ള മികച്ച ഒരു തിരക്കഥ, അതിന് എത്രത്തോളം സൂട്ട് ആക്കാമോ അത്രത്തോളം പറ്റിയ സിനിമാറ്റോഗ്രാഫി എന്നിവ കൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ ത്രിൽ അടുപ്പിച്ച് കൊണ്ടുപോകുന്ന സിനിമ. കൂടുതലും ക്ലോസപ്സ്, ടൈറ്റ് ഫ്രെയിംസ് എന്നിവ യൂസ് ചെയ്ത് നമുക്കൊരു ക്ലോസ്ട്രോഫോബിക് ഫീൽ തരുന്ന എക്സിക്യൂഷൻ, കൂടെ നമ്മളെ മുഴുവനായി സ്റ്റോറി നടക്കുന്ന ആ വേൾഡിൽ ഇരുത്താൻ പാകത്തിനുള്ള ഫോർബോർഡിംഗ് ആയ തരം ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സും മ്യൂസിക്സും. പല ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിലും പ്രദർശിപ്പിച്ച് അവിടെ നിന്നെല്ലാം പല കാറ്റഗറീസിലും അവാർഡ്സ് നേടിയെടുത്തത് ചിത്രത്തിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് എത്രത്തോളം മികച്ചതാണ് എന്ന് തെളിയിക്കുന്ന കാര്യം തന്നെയാണ്. വെനിസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ആദ്യ ഇന്ത്യൻ സിനിമ കൂടെയാണ് തുമ്പാദ്. കൂടാതെ ബ്രൂക്ലിൻ ഹൊറർ ഫിലിം ഫെസ്റ്റിവൽ, സ്ക്രീൻ ഫെസ്റ്റ് ഹൊറർ ഫിലിം ഫെസ്റ്റിവൽ ഇവിടെയൊക്കെയും ഉള്ള സ്ക്രീനിങ്സിൽ വലിയ അപ്രിസിയേഷൻ ആണ് ചിത്രം നേടിയത്. അപ്പോൾ സെപ്റ്റംബർ 13 ചിത്രം റീ റിലീസ് ചെയ്യുക എന്നാണ് കേട്ടത്. പക്ഷെ കേരളത്തിൽ റീ റിലീസ് ചെയ്യുമോ എന്നറിയില്ല. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റ്സിലൊന്നും ഇതുവരെ ബുക്കിംഗ് ഓപ്പൺ ആയി കണ്ടില്ല. തീർച്ചയായും ഒരു റീ റിലീസ് അർഹിക്കുന്ന ഇന്ത്യൻ നാടോടി കഥകളെ ബേസ് ചെയ്ത് എക്സെപ്ഷണലി പെർഫെക്റ്റ് ആയി എടുത്തിട്ടുള്ള ഒരു ഒറിജിനൽ ഹൊറർ ഫിലിം, ഒരു തിയേറ്റർ വാച്ചിന് മാത്രം പൂർണ്ണമായി ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരം മേക്കിംഗ് ഉള്ള ഒരു പ്രോപ്പർ ഇന്ത്യൻ ഫിലിം പ്രോഡക്റ്റ് ഇവിടെ റിലീസ് ഉണ്ടെങ്കിൽ മിസ്സാകാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ആൻഡ് അതിനോടൊപ്പം തിയേറ്ററിലോ അല്ലാതെയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുമല്ലോ അല്ലേ? അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.